ഹെൻറിച്ച് ക്ലാസും വരും, വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശി വരും. പക്ഷെ ക്ലാസും മാസും ഒരുമിച്ചുള്ള വിരാട് കോഹ്ലി ഉള്ളപ്പോൾ ഓറഞ്ച് ക്യാപ്പ് ആരെടുത്തോണ്ട് പോകാനാണ്? ഹി ഈസ് ദ ടോപ്പ് ഇൻ ദി ഓറഞ്ച് ക്യാപ്പ് ലിസ്റ്റ്. വിരാട് കോഹ്ലി തന്നെയാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ടൈം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന് കളിച്ച് ടീമിലെ ടോപ്പ് സ്കോററായിട്ട് മാറി. ഒരുപാട് വിമർശനങ്ങൾ കോഹ്ലി നേരിടുന്നുണ്ട്. 49 റൺ അടിക്കാൻ 34 ബോൾ വേണോ, 50 അടിക്കാൻ 37 ബോളുകൾ വേണോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അയാൾ തന്നെയാണ് എപ്പോഴും ഓറഞ്ച് ക്യാപ്പിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. വിരാട് കോഹ്ലിയൊക്കെ വിമർശിക്കുന്നവരെയൊക്കെ എനിക്കൊന്നും പറയാനില്ല. ബട്ട് ദ പ്ലെയർ ഓഫ് ഹിസ് ക്ലാസ്, ദ പ്ലെയർ ഓഫ് ഹിസ് ക്വാളിറ്റി, കൃത്യമായ രീതിയിൽ ഹീസ് ഡെലിവറിങ് ഇറ്റ്. ഇൻ്റർനാഷണൽ മാച്ചസ് ഒന്നും കളിക്കുന്നില്ല. ഓർക്കുക, ലണ്ടനിൽ താമസവും കുട്ടികളും കുടുംബമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. എനിക്ക് 1993 നിവിൻ പോളിയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അതായത് പാടത്തൊക്കെ കളിക്കാൻ പോകും, പക്ഷേ നമ്മൾ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നിന്നിട്ട് കളിക്കാൻ പോകുന്ന സമയത്ത് പോകുന്നത് പോലെയാണ് വിരാട് കോഹ്ലിയുടെ കാര്യം. ഇൻ്റർനാഷണൽ മാച്ചസ് ഒന്നുമില്ല, കുട്ടികളും കുടുംബമായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ IPL ആവശ്യമുണ്ട് 2 മാസം കളിക്കാൻ വരുമെന്ന് RCB വിളിക്കുമ്പോഴേക്കും കോഹ്ലി പോകുന്നു, കൃത്യമായി ഡെലിവർ ചെയ്യുന്ന കാര്യമായിട്ട് നിൽക്കുകയാണ്. ബട്ട് ജോക്സ് അപ്പാർട്ട്, വിരാട് കോഹ്ലി ഈസ് ടോപ്പിംഗ് ഹിസ് ഫോം. നല്ല രസത്തിലാണ് പുള്ളി കളിക്കുന്നത്. അയാളുടെ ഫിറ്റ്നസ്, അയാൾ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സിൽ അയാൾ ഓടുന്ന കാഴ്ച, ഇയാളുടെ പ്രായത്തിൽ ഇയാൾ ചെയ്ത് വെച്ചേക്കുന്ന കാണുമ്പോൾ എന്താ വലിയ സന്തോഷമാണ് തോന്നുന്നത്. എന്തായാലും 147 ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ചേസ് ഡൗൺ ചെയ്യുമ്പോഴേക്കും വേറെ ഒന്നും വലിയ വേണ്ടല്ലോ. ചിന്നസ്വാമിയാണ് ഗ്രൗണ്ട്. 146 തന്നെ ഏറ്റവും ലോ സ്കോറിംഗ് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത് LSG ആയിട്ടുള്ള കളി കഴിഞ്ഞ മത്സരം. അതിൽ കൃത്യമായിട്ട് ഇന്നിങ്സിൽ എന്താണ് വേണ്ടത് അനുസരിച്ച് കോഹ്ലി കളിച്ചിട്ടുണ്ട്. കോഹ്ലി ഇതുവരെ കളിച്ച് തോപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, ഇഴപ്പിച്ച് തോപ്പിച്ചിട്ടില്ലല്ലോ. തോപ്പിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം, എന്നാലും ജയിപ്പിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അതെന്ന് തോന്നുന്നില്ല. എന്തായാലും RCB കഴിഞ്ഞ കളി ജയിക്കുകയും ചെയ്യുന്നു. അതിനകത്ത് 49 റൺസ് 34 പന്തിൽ ഡെലിവർ ചെയ്ത് ഓറഞ്ച് ക്യാപ്പ് ലീഡറായിട്ട് വിരാട് കോഹ്ലി നിൽക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് ഹെൻറിച്ച് ക്ലാസിനാണ് നിൽക്കുന്നത്. 224 റൺസാണ്. വിരാട് കോഹ്ലി ടോപ്പിൽ നിൽക്കുന്നത് 228 റൺസുമായിട്ട്. 4 റൺസ് ഡിഫറൻസ് മാത്രമാണ് ഇരുവരും തമ്മിലുള്ളത്. അതായത് കോഹ്ലിയുടെ കരിയറിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും RCB കോഹ്ലി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവാം മുഴുവൻ കളിക്കാനുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടോ, അതോ ധോണിയെ പോലെ തന്നെ കോഹ്ലിയും ഇനി പതുക്കെ ടീമിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും ഓറഞ്ച് ക്യാപ്പ് ലീഡർ ബോർഡ് അങ്ങനെയാണ് നിൽക്കുന്നത്. പർപ്പിൾ ക്യാപ്പിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അൻഷുൽ കാംബോജ് ടോപ്പിൽ നിൽക്കുന്നുണ്ട്. പ്രസിദ്ധ് കൃഷ്ണയും നിൽക്കുന്നുണ്ട്. 10 വിക്കറ്റുകളുണ്ട്. പ്രസിദ്ധ് കൃഷ്ണയാണ് ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത്. രവി ബിഷ്ണോയും അതിനുശേഷം പ്രിൻസ് യാദവും 9 വിക്കറ്റുകളുമായിട്ട് പിന്നീട് ലിസ്റ്റിൽ നിൽക്കുന്നുമുണ്ട്. ഭുവനേശ്വർ കുമാറൊക്കെ ലിസ്റ്റിലുണ്ട്. എനിക്ക് തോന്നുന്നു 5, 6, 7, 8 ഒക്കെ RCB ബോളേഴ്സാണ്. ജേക്കബ് ഡഫിയും ഭുവനേശ്വർ കുമാറൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് പർപ്പിൾ ക്യാപ്പിൻ്റെ ലിസ്റ്റും നിൽക്കുന്നത്.